നമസ്കാരം. വെറും 2 കുവൈറ്റി ദിനാറിന്റെ പേരിൽ ഗ്രോസറി ഉടമയെ കാറിൽ വലിച്ചിഴച്ച് കൊലപ്പെടുത്തിയ കേസിൽ സ്വദേശി പൗരന്റെ 15 വർഷത്തെ തടവ് ശിക്ഷ ശരിവെച്ച് കുവൈറ്റ് അപ്പീൽ കോടതി. ശിക്ഷ ഉടനടി നടപ്പാക്കാനും ഉത്തരവ്. വെറും 2 കുവൈറ്റി ദിനാർ പോലെയുള്ള സാധനങ്ങൾ വാങ്ങിയതിന്റെ പണം ചോദിച്ച ഗ്രോസറി കടയുടമയെ അതിക്രൂരമായി കാറിൽ വലിച്ചിഴച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ കുവൈറ്റി പൗരന്റെ 15 വർഷത്തെ കഠിന തടവ് ശിക്ഷ കുവൈറ്റ് അപ്പീൽ കോടതി ശരിവെച്ചു. കേസിൽ കീഴ്ക്കോടതി വിധിച്ച ശിക്ഷ ഉടനടി നടപ്പാക്കാനും അപ്പീൽ കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. അൽ മുത്തല പ്രദേശത്ത് ഗ്രോസറി കട നടത്തിയിരുന്ന വ്യക്തിയാണ് കുവൈറ്റി പൗരന്റെ ആക്രോശങ്ങൾക്കും അതിക്രൂരമായ കടന്നാക്രമണങ്ങൾക്കും ഇരയായി ദാരുണമായ മരണത്തിന് കീഴടങ്ങിയത്. സംഭവ ദിവസം പ്രതി കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങിയതിനു ശേഷം അതിന് തുക ആവശ്യപ്പെട്ടതാണ് പ്രതിയെ കടുത്ത പ്രകോപനത്തിലേക്ക് നയിച്ചത്. പണം ചോദിച്ചതിൽ പ്രകോപിതനായ പ്രതി ആദ്യം കടയുടമയെ 3 തവണ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നുവെന്ന് സംഭവത്തിന് ദൃക്സാക്ഷിയായ കൊല്ലപ്പെട്ടയാളുടെ സുഹൃത്ത് പോലീസിന് മൊഴി നൽകി. മർദ്ദനത്തിനു ശേഷം പ്രതി തിരികെ താൻ വന്ന കാറിൽ കയറിയിരുന്നു. ഈ സമയം ബാക്കി പണം ആവശ്യപ്പെടാനോ അല്ലെങ്കിൽ വിഷയം സംസാരിച്ചു തീർക്കാനോ ആയി കാറിനടുത്തേക്ക് എത്തിയ കടയുടമയെ പ്രതി വീണ്ടും ആക്രമിക്കാൻ മുതിരുകയായിരുന്നു. കടയുടമ ജനലിലൂടെ കൈ അകത്തേക്കിട്ട ശേഷം നോക്കി പ്രതി വാഹനത്തിന്റെ ഗ്ലാസ് മനഃപൂർവ്വം ഉയർത്തുകയും ഇയാളുടെ കൈ അതിനിടയിൽ പെടുത്തുകയുമായിരുന്നു. കടയുടമയുടെ കൈ ജനലിന്റെ ഗ്ലാസിനടിയിൽ മുറുകെ കുടുങ്ങിയെന്ന് ഉറപ്പാക്കിയ പ്രതി അതിവേഗത്തിൽ വാഹനം മുന്നിട്ടെടുത്ത് പായുകയായിരുന്നു. കൈ കാറിന്റെ ജനലിൽ കുടുങ്ങിയ നിലയിൽ ഏകദേശം 30 മീറ്ററോളം ദൂരമാണ് പ്രാണരക്ഷാർത്ഥം നിലവിളിച്ച കടയുടമയെ പ്രതി റോഡിലൂടെ വലിച്ചിഴച്ചു കൊണ്ടുപോയത്. അതിനുശേഷം വണ്ടി നിർത്താതെ ജനൽ ഗ്ലാസ് താഴ്ത്തി വിടുകയായിരുന്നു. ഇതോടെ അതിവേഗത്തിൽ പോവുകയായിരുന്ന വാഹനത്തിൽ നിന്നും നിയന്ത്രണം വിട്ട് തെറിച്ചു വീണ കടയുടമയ്ക്കും തലയ്ക്കും ശരീരത്തിനും ഗുരുതരമായി പരിക്കേൽക്കുകയും സംഭവ സ്ഥലത്ത് തന്നെ ദാരുണമായി മരണപ്പെടുകയും ചെയ്തു. വളരെ വിചിത്രവും അപലപനീയവുമായ ഈ കേസിൽ പ്രാരംഭഘട്ടത്തിൽ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് നടത്തിയ കൊലപാതകം എന്ന ഗുരുതരമായ കുറ്റമാണ് പ്രതിക്കെതിരെ ചുമത്തിയിരുന്നതെങ്കിലും കേസിന്റെ വിചാരണ വേളയിൽ പിന്നീട് അതിന് മാറ്റം വരികയാണ് ഉണ്ടായത്. ഇത് കൊലപാതക ഉദ്ദേശത്തോടെ ചെയ്തതല്ല, മറിച്ച് മരണത്തിൽ കലാശിച്ച കഠിനമായ മർദ്ദനമാണെന്ന നിഗമനത്തിലേക്ക് കോടതി എത്തുകയും കുറ്റം ആ രീതിയിലേക്ക് മാറ്റുകയുമായിരുന്നു. എന്നാൽ പ്രതി ചെയ്ത കുറ്റത്തിന്റെ ഭീകരത കണക്കിലെടുത്ത് ഇയാൾക്ക് കൂടുതൽ കഠിനമായ ശിക്ഷ നൽകണമെന്നും വധശിക്ഷയോ ആയുഷ്കാല തടവോ നൽകണമെന്നും ആവശ്യപ്പെട്ട് പബ്ലിക് പ്രോസിക്യൂഷൻ അപ്പീൽ ഹർജിയുമായി മേൽക്കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ ഇരുഭാഗത്തിന്റെയും വാദമുഖങ്ങൾ വിശദമായി കേട്ട ശേഷം പബ്ലിക് പ്രോസിക്യൂഷൻ സമർപ്പിച്ച അപ്പീൽ ഹർജി കോടതി തള്ളുകയാണ് ചെയ്തത്. ഒടുവിൽ വിചാരണ കോടതി വിധിന്യായത്തിൽ പുറപ്പെടുവിച്ച 15 വർഷത്തെ കഠിന തടവ് ശിക്ഷ അപ്പീൽ കോടതി പൂർണ്ണമായും ശരിവെക്കുകയായിരുന്നു. കേവലം 2 കുവൈറ്റി ദിനാറിന് വേണ്ടി നടന്ന ഒരു ആക്രമണത്തെ തുടർന്നാണ് കൊലപാതകം സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും പലതരത്തിലുള്ള ആസൂത്രണ കൊലപാതകങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. എന്നാൽ ഇത് ആസൂത്രിത കൊലപാതകമല്ല എന്ന് കണ്ടാണ് വധശിക്ഷയിൽ നിന്നും കഠിന തടവെന്ന രീതിയിലേക്ക് കോടതിയുടെ വിധി വന്നത്. എന്തായാലും വളരെ അപലപനീയവും വളരെ വിചിത്രവുമായ ശിക്ഷ ആണ് ആ കടയുടമയ്ക്ക് നേരിടേണ്ടി വന്നത്. എന്തായാലും കുവൈറ്റിൽ നിന്നും ഞെട്ടിക്കുന്ന വാർത്തയാണ് വന്നത്.